എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നുള്ളത് കൊച്ചിൻ ബ്രിഡ്ജിലാണ്. ഭാരതപ്പുഴയുടെ മേലെ, കറക്റ്റ് പറയുകയാണെങ്കിൽ തൃശ്ശൂർ പാലക്കാട് ജില്ല കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജാണ്. അതിൻ്റെ മേലെയാണ് ഞാനുള്ളത്. മഴക്കാലത്ത് ഭാരതപ്പുഴയുടെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് അപ്പുറത്തെ ബ്രിഡ്ജിൽ ട്രെയിൻ പോകുന്നത് കണ്ടത്. ഒരുപാട് ദിവസമായി ട്രെയിനിൽ യാത്ര ചെയ്തിട്ട് ബാംഗ്ലൂർ പോയി വന്നതിന് ശേഷം എവിടെയും പോയിട്ടില്ല. എന്നൊരു ട്രെയിൻ യാത്രയാവാമെന്ന് കരുതി നേരെ പോയി വാടനംകുറിച്ചി സ്റ്റേഷനിലേക്കാണ്. വാടനംകുറിച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലേക്ക് കുറച്ച് അടുത്തായതുകൊണ്ടാണ് ഞാൻ ആ സ്റ്റേഷനിലേക്ക് പോയത്. ഷൊർണൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനാണ്. പക്ഷേ ഞാൻ വാടനംകുറിച്ചി പോയി അവിടെ ബൈക്ക് പാർക്ക് ചെയ്ത്, അവിടെ ചെറിയ സ്റ്റേഷനാണ്, അവിടെ ബൈക്കൊക്കെ പാർക്ക് ചെയ്ത് 20 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ 70 കിലോമീറ്റർ നമുക്ക് യാത്ര ചെയ്യാം നിലമ്പൂർക്ക്. സുഖമായി ഒരു വൺ ഡേ ട്രിപ്പ് പോയി വരാൻ പറ്റുന്ന ഒരു അടിപൊളി ഡെസ്റ്റിനേഷൻ തന്നെയാണ് നമ്മുടെ ഈ ഭാഗത്തുനിന്ന്. അതുപോലെ തന്നെ ഈ ഒരു റൂട്ട് ഒരുപാട് ഫേമസ് ആണ്. അത് നമുക്ക് വഴിയെ പറഞ്ഞു തരാം. ഈ ഒരു ഭാഗത്തു കൂടെയൊക്കെ ഞാൻ പണ്ട് ചെറുപ്പകാലത്ത് നടന്നു പോയിരുന്നതാണ്. അച്ഛൻ്റെ വീട്ടിലേക്കൊക്കെ പോയിരുന്ന വഴിയാണത്. അതൊക്കെ ഇപ്പോൾ കാട് പിടിച്ച് കിടക്കുകയാണ്. കുട്ടിക്കാലത്ത് ഒരുപാട് ഈ വഴിയുള്ള ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോട്ടെ, നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട്. വേഗം ട്രെയിൻ കയറി അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. വെറും 20 രൂപയ്ക്ക് ഇങ്ങനെയൊരു യാത്ര നടത്താമെന്നുള്ളത് ഇന്ന് കേരളത്തിൽ വേറെ ഏത് റൂട്ടുണ്ട് എന്നെനിക്കറിയില്ല. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഈ ഒരു യാത്ര തീരെ അൺപ്ലാൻഡ് ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു രീതിയിൽ എക്സ്പ്ലോർ ചെയ്ത് വരാം. ഈ ഒരു റൂട്ടിൻ്റെ കാഴ്ചകൾ കാണാൻ തന്നെ അത്രയും മനോഹാരിതയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഈ റൂട്ടിലുള്ള സാധാരണക്കാർക്ക് വേണ്ടി ഓടുന്നൊരു ട്രെയിൻ ആയതുകൊണ്ട് തന്നെ കാര്യമായ തിരക്കൊന്നുമില്ല. ഓഫീസ് ടൈമിലാണ് ഇതിൽ തിരക്കുണ്ടാവുള്ളൂ. നിങ്ങൾക്ക് കിടന്നുറങ്ങിയൊക്കെ വേണമെങ്കിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല വൃത്തിയുള്ള കമ്പാർട്ട്മെൻറ്റുകൾ കൂടിയാണ് കേട്ടോ. ഈ കാണുന്നത് വല്ലപ്പുഴ റെയിൽവേ സ്റ്റേഷനാണ്. ഒരുപാട് ആൽമരങ്ങളാൽ ചുറ്റപ്പെട്ട് നല്ല ഭംഗിയുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ് വല്ലപ്പുഴ. ഒരുപാട് ഫോട്ടോഗ്രാഫ്സൊക്കെ ഇതിൻ്റെ വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ. അപ്പോൾ നിലമ്പൂർ നമുക്ക് എത്തിയ ശേഷം റെയിൽവേ സ്റ്റേഷനിൽ അടുത്തുള്ള കുറച്ച് ഡെസ്റ്റിനേഷനിലുള്ള ലിസ്റ്റ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ആ ലൊക്കേഷനൊക്കെ നിങ്ങൾക്ക് രാവിലെ വന്ന് വൈകുന്നേരത്തോടെ കറങ്ങി തിരിച്ച് വൈകുന്നേരം ഷൊർണൂരിലേക്ക് കയറാവുന്ന രീതിയിൽ ഒരു ട്രിപ്പ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. ഷൊർണൂരിൽ നിന്നാണ് ഈ പാസഞ്ചർ ട്രെയിനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിലും പാലക്കാട് നിന്നും കോട്ടയത്തു നിന്നും രാജറാണി പിന്നെ വേറൊരു ട്രെയിൻ കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. കോട്ടയത്തു നിന്നുള്ള ആ ട്രെയിനും നിങ്ങൾക്ക് വരാം. പാലക്കാട് നിന്നും ട്രെയിനുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷൊർണൂർ വന്നിട്ട് നിലമ്പൂർക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യാം. ഒരു വൺ ഡേ ട്രിപ്പിന് പറ്റിയ ഒരു ബഡ്ജറ്റ് പാക്കേജ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു നിലമ്പൂർ ട്രിപ്പ് കണക്കാക്കാം. ഫാമിലി ആയിട്ട് വരാം, ഫ്രണ്ട്സായിട്ട് വരാം, എങ്ങനെ വേണമെങ്കിലും വരാവുന്ന ഒരു അടിപൊളി ട്രിപ്പ് തന്നെയാണിത്. അപ്പോൾ അതുപോലെ തന്നെ പോകുന്ന വഴിക്ക് ഇങ്ങനെ പഴയ ഒരുപാട് തറവാടുകൾ കാണാം. ഇവരുടെയൊക്കെ സ്ഥലം എടുത്തത് കൊണ്ടാണ് ഇപ്പോൾ അതുവരെ ആ ഒരു സ്ലാബൊക്കെ കെട്ടിയതുണ്ടോ. പണ്ടത്തെ അവരുടെ ഒരുപാട് സ്ഥലമൊക്കെ റെയിൽവേ ഇപ്പോൾ എടുത്തിട്ടുണ്ടായിരിക്കും. എന്തായാലും കൊള്ളാം. ഇപ്പോൾ നമ്മൾ കുലുക്കല്ലൂർ എന്നുള്ള റെയിൽവേ സ്റ്റേഷനിലാണ്. പഴയൊരു തറവാടൊക്കെ കണ്ടു. അപ്പോൾ ഇനിയും മുന്നോട്ട് പോകാം, കാഴ്ചകൾ കാണാം. അപ്പോൾ നിലമ്പൂർ എത്തുന്നവരെ ഇങ്ങനെ ഒരുപാട് മനോഹരമായ ഗ്രാമീണ ഭംഗി ആസ്വദിച്ച് തന്നെ പോകുക എന്നുള്ളതാണ് ഈ ഒരു റൂട്ടിൻ്റെ മെയിൻ അട്രാക്ഷൻ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിലമ്പൂർ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. അപ്പോൾ അവിടെ പോകേണ്ട ആ കാഴ്ചകൾ കാണേണ്ട സ്പോട്ടുകളുടെ ലിസ്റ്റ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ബ്രിട്ടീഷ് കാലത്ത് നിർമ്മിച്ചൊരു റൂട്ടാണ് ഈ ഒരു നിലമ്പൂർ ഷൊർണൂർ റൂട്ട്. നിലമ്പൂരത്തെ തേക്കുകൾ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി നിർമ്മിച്ചതാണ്. ഇന്ന് അതുപോലെ തന്നെ ചരക്ക് ഗതാഗതത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് അങ്ങാടിപ്പുറം. ഇവിടെ നിന്ന് ഒരുപാട് ഗൂഡ്സ് ഐറ്റംസ് കയറി പോകുന്നുണ്ട് ഈ ഒരു റൂട്ടിൽ. അപ്പോൾ അതിൻ്റേതായ ഒരു ഡെവലപ്മെൻറ്റ് ഈ ഒരു സ്റ്റേഷനിൽ ഇന്ന് നമുക്ക് കാണാൻ കഴിയും. ടോട്ടൽ 12 സ്റ്റേഷനാണ് ഷൊർണൂരിൽ നിന്ന് നിലമ്പൂർക്ക് ഉള്ളത്. അതിൻ്റെ ഇടയിലുള്ള ഒരു മെയിൻ സ്റ്റേഷനായി തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങാടിപ്പുറം സ്റ്റേഷനാണ്. ഒരുപാട് ലോറികളൊക്കെ നിൽക്കുന്നുണ്ട്. പഴയ മോഡൽ ഈ ലോറികളൊന്നും ഇപ്പോൾ റോട്ടിൽ അധികം കാണാറില്ല. ഇപ്പോൾ ഒക്കെ ടോറസും പിന്നെ പുതിയ മോഡൽ ഭാരത് ബെൻസിൻ്റെ ലോറികളൊക്കെയാണ്. ഈ ലോറികളൊക്കെ ഇന്നും ഇവിടെ ചരക്ക് ഗതാഗതത്തിന് ഉപയോഗിക്കുന്നതാണ്. എന്തായാലും ആ ഒരു കാഴ്ചകൾ വളരെ മനോഹരമായി തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം, ഇനി കൂടുതൽ കാഴ്ചകൾ കാണാം. അങ്ങാടിപ്പുറം കഴിഞ്ഞാൽ ഇനി കുറച്ച് സ്റ്റേഷനുകൾ കൂടി ഉള്ളൂ. നമ്മൾ നിലമ്പൂർ എത്താറായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ വാണിയമ്പലം എത്തിയിരിക്കുകയാണ്. വാണിയമ്പലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേഷനാണ് നമ്മുടെ നിലമ്പൂർ റോഡ് എന്നുള്ള ലാസ്റ്റ് സ്റ്റേഷൻ. അപ്പോൾ നിലമ്പൂർ ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ വന്നതാണ്. ഇപ്പോൾ നമ്മുടെ അമൃത് ഭാരത് പദ്ധതിയിൽ കേന്ദ്ര ഗവൺമെൻറ് സ്റ്റേഷനൊക്കെ നവീകരിച്ച് പുതിയ രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇതാണ് ആ പുതിയ സ്റ്റേഷൻ്റെ രൂപം. അപ്പോൾ നിലമ്പൂർ ഇറങ്ങി ഇനി ഫുഡൊക്കെ അടിച്ച് തിരിച്ച് നമ്മൾ അടുത്ത പാസഞ്ചറിന് തന്നെ തിരിച്ച് നമ്മൾ നാട്ടിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പറ്റിയ കിടിലൻ ഡെസ്റ്റിനേഷനാണ് നിലമ്പൂർ. അപ്പോൾ എല്ലാവരും പ്ലാൻ ചെയ്യുക, വന്ന് അടിച്ച് പൊളിച്ച് പോവുക. ഈ റൂട്ടിൻ്റെ മനോഹാരിതയൊക്കെ ഒന്ന് ആസ്വദിച്ച് ഒന്ന് ചില്ലായി പോകാൻ പറ്റിയ ഒരു കിടിലൻ ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ കൂടുതൽ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ഫ്രം വിഷ്ണു. സീ യു.